പേടിച്ച് പേടിച്ച് വരെയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം കോവളം ബീച്ചിലാണ് കേട്ടോ. ഞങ്ങൾ സൺഡേ വന്നതാണ്. അപ്പോൾ കോവളം ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടോളൂ. അപ്പോൾ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ കോവളം ബീച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട് ഇപ്പോൾ. സാധാരണ ഈ സമയങ്ങളിൽ വിദേശികൾ ആണ് കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, കൂടുതൽ സ്വദേശികളാണ് കേട്ടോ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ന്യൂ ഇയർ പാർട്ടീസൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കോവളം ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച കടൽ തീരമാണ് കോവളം എന്ന് പറയുന്നത്. പ്രധാന തീരം കൂടാതെ ചന്ദ്രക്കല ആകൃതിയിൽ മറ്റു 3 തീരങ്ങൾ കൂടിയുണ്ട്. ഈ ഭാഗത്ത് കടലിന് ആഴം കുറവായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഭാഗത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം. അപ്പോൾ കുട്ടികളൊക്കെ ഇതാ ഇവിടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മുന്നിൽ ഒട്ടേറെ സാധ്യതകളുണ്ട്. നീന്തൽ, വേൽക്കായൽ, ആയുർവേദ സംരക്ഷണം, തിരുമൽ തുടങ്ങിയ ഒട്ടേറെ സാധ്യതകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലൈറ്റ് ഹൗസ് ബീച്ചിലാണ്. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത്? ബീച്ചിനപ്പുറം ഒരു ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബീച്ചിന് ലൈറ്റ് ഹൗസ് എന്ന് പേര് വരാൻ കാരണം. 118 മീറ്റർ ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ശ്രീകുട്ടൻ ഒരു രക്ഷയില്ല, അവൻ വിളിച്ചിട്ട് വരുന്നില്ല. നല്ല കളിയാണ് വെള്ളത്തിൽ. നമ്മൾ പിന്നെ കുറച്ച് വൈകിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാര്യം നമ്മൾ അസ്തമയ സമയമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പോൾ അസ്തമയ സമയം 6 മണിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇരുട്ടി തുടങ്ങി കേട്ടോ. പക്ഷേ ഈ സമയത്തുള്ള ഈ ബീച്ചിൻ്റെ വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടാണ്. ക്യാമറയിലൂടെ എത്രത്തോളം മനോഹരം ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നേരിൽ കാണുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ബീച്ച് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒട്ടേറെ സൗകര്യങ്ങൾ ലഭ്യമാണ്. ചെലവ് കുറഞ്ഞ കോട്ടേജുകളുണ്ട്, ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്,
പിന്നെ നീന്തൽ കുളങ്ങളുണ്ട്, യോഗ ആയുർവേദ തിരുമൽ കേന്ദ്രങ്ങളുണ്ട്, റിസോർട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. പിന്നെ നാടൻ രുചികളിൽ തുടങ്ങി വടക്കേ ഇന്ത്യൻ, ദക്ഷിണേന്ത്യൻ രുചികളും ആസ്വദിക്കാവുന്ന ഭക്ഷണശാലകളും ഇവിടെ സുലഭമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് സമയം എല്ലാവർക്കും ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പ്ലേസ് തന്നെയാണ് കോവളം ബീച്ച് എന്ന് പറയുന്നത്. കടൽ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. നന്നായി നമുക്ക് ഈ കടലിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ആഴം വളരെ കുറവാണിവിടെ. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മോനൊരു എൻജോയ്മെൻറ്റും ആയിരിക്കുമല്ലോ. അപ്പോൾ മനോഹരമായിട്ടുള്ള അസ്തമയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് നമുക്ക് നേരിൽ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ.